വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധം അവസാനിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കൊപ്പം മറ്റ് 5 ആവശ്യങ്ങളും CJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നീണ്ട പോരാട്ടത്തിന്റെ തുടക്കമാണിതെന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞത്. അതേസമയം BJP യുവാക്കളെ വഴിതെറ്റിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിഷേധിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വലിയ രീതിയിലുള്ള പ്രതിഷേധം, കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകളൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അമ്പിളി, വൈകിട്ട് 5 മണി വരെയായിരുന്നു ജന്തർ മന്ദറിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നൽകിയത്. അതിന് മുൻപേ തന്നെ സമാധാനപരമായി ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ ജന്തർ മന്ദറിൽ നിന്ന് പോയി. സുരക്ഷാ ക്രമീകരണങ്ങൾ, കനത്ത സുരക്ഷാ ഡൽഹി മേഖലയിൽ ഉണ്ടായിരുന്നത്. യാതൊരു തരത്തിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിലെ വലിയ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതിഷേധത്തിന് വൻ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന അവകാശവാദം ഈ അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ 1000-ൽ താഴെ ആളുകൾ മാത്രമായിരുന്നു പ്രതിഷേധത്തിനെത്തിയത്. പക്ഷേ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും മുദ്രാവാക്യവും കേന്ദ്ര സർക്കാരിനെതിരെ ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ നിന്ന് ഉയർന്നു വന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ രാജി ഉണ്ടായില്ലെങ്കിൽ ഇനിയും പ്രതിഷേധം ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതിനു പുറമെ മറ്റ് 5 ആവശ്യങ്ങൾ കൂടി ഇപ്പോൾ CJP ഔദ്യോഗികമായി മുൻപോട്ട് വെക്കുകയാണ്. അതിലൊന്ന്, രാജ്യത്തെ മത്സര പരീക്ഷകളിൽ സുതാര്യതയും കൃത്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുക. അതിനുവേണ്ടി കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെയും അധികൃതരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം. മറ്റൊന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുന്നത് കൃത്യമായ പഠനത്തിന് ശേഷം മാത്രമേ ഉണ്ടാകാവൂ. വിശദമായ പഠനം ഈ മേഖലയിൽ ആവശ്യമാണ്. കൂടാതെ കലാപം നടന്നിട്ടുള്ള മണിപ്പൂരിൽ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം. തുടങ്ങി 5 ആവശ്യങ്ങൾ കൂടി ഇപ്പോൾ CJP മുൻപോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇന്ന് ജന്തർ മന്ദറിൽ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പ്രതിഷേധം ഭാവിയിൽ അത് ഏത് രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി മുൻപോട്ട് കൊണ്ടുപോകും, അത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റം രാജ്യത്തിനകത്ത്, രാഷ്ട്രീയ സാഹചര്യങ്ങളിലുള്ള മാറ്റം രാജ്യത്തിനകത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നേരത്തെ ഇത്തരത്തിൽ ആരംഭിച്ച ചെറിയ മൂവ്മെന്റുകൾ പിന്നീട് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളിലേക്ക് വഴിവെച്ച ചരിത്രം രാജ്യത്തുണ്ട്. അത്തരത്തിൽ ഒരു പോയിന്റായി മാറാൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഘടകമായി മാറാൻ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സാധിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുന്ന അതിശക്തമായ പ്രതിഷേധം നടന്നു. പക്ഷേ നേരത്തെ അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടതിന് സമാനമായൊരു വൻ ജനപങ്കാളിത്തം ഇന്ന് നടന്ന പ്രതിഷേധത്തിൽ ഉണ്ടായിട്ടില്ല. നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ SFIയും AISFും ഉൾപ്പെടെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ 1000-ൽ താഴെ ആളുകൾ മാത്രമായിരുന്നു പ്രതിഷേധത്തിനെത്തിയത്. അതോടൊപ്പം തന്നെ ഈ CJPക്കെതിരെ, കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെയുള്ള പ്രതിഷേധവും ഇന്ന് ജന്തർ മന്ദർ വേദിയായി. വിവിധ ഘട്ടങ്ങളിലായി വിവിധ സംഘങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ എതിർത്തുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തി. അവരെല്ലാം പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത്. കോക്രോച്ച് ജനതാ പാർട്ടി യുവജനങ്ങളെ വഴിതെറ്റിക്കുകയാണെന്നും ഒരു പടി കൂടി കടന്ന് ചിലർ അഭിജിത് ദീപ്കെ രാജ്യദ്രോഹിയാണ് തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു CJPക്കെതിരെ, കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ വലിയ പ്രതിഷേധം ഈ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ നടത്തിയത്. അതൊരു സംഘർഷത്തിലേക്ക് മാറാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് എടുത്തു. ഈ 2 പ്രതിഷേധങ്ങൾക്കും നടുവിൽ കൃത്യമായി ബാരിക്കേഡ് കെട്ടി തിരിച്ചിരുന്നു. CRPF ഉൾപ്പെടെയുള്ള അർദ്ധസൈനിക വിഭാഗത്തിന്റെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായി. അത്തരത്തിൽ വൻ സുരക്ഷാ ക്രമീകരണമായിരുന്നു ഇന്ന് ഡൽഹിയിൽ ഈ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഏതായാലും സമാധാനപരമായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം അവസാനിച്ചു. ഇതൊരു നീണ്ട പോരാട്ടത്തിന്റെ തുടക്കം എന്നുള്ളതാണ് അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് പുറമെ മറ്റ് 5 ആവശ്യങ്ങൾ കൂടി ഇപ്പോൾ CJP മുൻപോട്ട് വെച്ചിരിക്കുകയാണ്. CJPക്കെതിരെയും കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെയും ഇന്ന് ജന്തർ മന്ദറിൽ പ്രതിഷേധമുണ്ടായി. അമ്പിളി. ശരി, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കൊപ്പം മറ്റ് 5 ആവശ്യങ്ങളും CJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നീണ്ട പോരാട്ടത്തിന്റെ തുടക്കമാണിതെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. അതേസമയം BJP യുവാക്കളെ വഴിതെറ്റിക്കാനാണ് എന്ന് ആരോപിച്ച് പ്രതിഷേധിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ജിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ ഈ മൂവ്മെന്റിന്റെ ഭാവി ഇനിയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.